മനുഷ്യൻ്റെ വാല്. ഒരു ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയായിരുന്നു ടോട്ടോച്ചാൻ. അപ്പോഴുണ്ട് ഓയെ ഓടിക്കിതച്ച് വരുന്നു. അടുത്തെത്തിയതും അടക്കിപ്പിടിച്ച സ്വരത്തിൽ അവൻ പറഞ്ഞു, മാസ്റ്റർ ആരെയോ വഴക്ക് പറയണോ? എവിടെ? ടോട്ടോച്ചാന് ധൃതിയായി. അത്തരമൊരു സംഭവത്തെക്കുറിച്ച് അവൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. മാസ്റ്റർക്ക് ദേഷ്യം വരിക. ടോട്ടോച്ചാൻ അമ്പരന്നു പോയി. ഓയുടെ മുഖത്തും അമ്പരപ്പ് ദൃശ്യമായിരുന്നു. അവൻ്റെ ഓടിക്കുതിച്ചുള്ള ആ വരവ് തന്നെയും പതിവുള്ളതല്ല. അടുക്കളയിൽ ഭംഗിയുള്ള കണ്ണുകൾ മലർക്കെ തുറന്ന് ഓയെ പറഞ്ഞു, ഓ വാ പോയി നോക്കാം. അവൾ ഓയയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മാസ്റ്ററുടെ വീട് ലക്ഷ്യമാക്കി ഓടി. അസംബ്ലി ഹാളിനോട് ചേർന്നാണ് മാസ്റ്ററുടെ വീട്. സ്കൂൾ മൈതാനത്തിലേക്ക് തുറക്കുന്ന പിൻവശത്തെ വാതിലിനടുത്തായി വരും അടുക്കള. മുമ്പ് കക്കൂസുകുഴിയിൽ വീണപ്പോൾ ടോട്ടോച്ചാനെ തേച്ച് കുളിപ്പിക്കാനായി ബാത്റൂമിലേക്ക് തൂക്കിയെടുത്തു കൊണ്ടുപോയത് ഈ അടുക്കളയിലൂടെയാണ്. ഊണിന് അധികമായി വിതരണം ചെയ്യേണ്ട കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ പതിവായി തയ്യാറാക്കപ്പെടുന്നതും മാസ്റ്ററുടെ അടുക്കളപ്പുരയിൽ തന്നെ. കാൽവിരലുകൾ മാത്രം നിലത്തൂന്നി ഇരുവരും അടുക്കളയുടെ ഭാഗത്തേക്ക് പമ്മി നീങ്ങുകയായിരുന്നു. തകാഹാഷിയോട് അവനൊരു വാലുണ്ട് എന്ന് ചോദിക്കുക, ഇത്ര വെളിവില്ലാത്തൊരു ചോദ്യം അവനോട് ചോദിക്കാൻ ടീച്ചർക്ക് എങ്ങനെ തോന്നി? അടഞ്ഞ വാതിലിലൂടെ മാസ്റ്ററുടെ അരിശം നിറഞ്ഞ ശബ്ദം കൊച്ചു ടോട്ടോയും കൂട്ടുകാരൻ ഓയോയും കേട്ടു. അവരുടെ ക്ലാസ് ടീച്ചറെയാണ് മാസ്റ്റർ ശാസിക്കുന്നത്. ഞാനത് കളിയായി പറഞ്ഞതാണ്. ടീച്ചറുടെ കുറ്റബോധം നിറഞ്ഞ ശബ്ദം ഉയർന്നു കേട്ടു. ആ ഒരു നിമിഷത്തിൽ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ അവനെ ശ്രദ്ധിച്ചത്. അവൻ്റെ ചുറുചുറുക്ക് കണ്ടപ്പോൾ പെട്ടെന്നൊരു തമാശ തോന്നി. പക്ഷേ നിങ്ങൾക്ക് ആ തമാശയുടെ ഗൗരവം മനസ്സിലാവുന്നില്ലേ? തകാഹാഷിയുടെ കാര്യത്തിൽ ഞാൻ എന്തുമാത്രം കരുതലുകളാണ് എടുത്തിട്ടുള്ളതെന്നറിയാമോ? അതൊക്കെ നിങ്ങളെ മനസ്സിലാക്കാൻ ഞാനിനി എന്താ ചെയ്യേണ്ടേ? അന്ന് രാവിലത്തെ സംഭവം ടോട്ടോച്ചാനെ ഓർമ്മ വന്നു. മനുഷ്യർ യഥാർത്ഥത്തിൽ വാലുള്ളവരാണെന്ന് എന്ന കാര്യം ടീച്ചർ വിശദീകരിക്കുകയായിരുന്നു. കുട്ടികൾ അതൊരു പെരുത്ത തമാശയായി തോന്നി. പരിണാമ സിദ്ധാന്തത്തിന് ഒരു മുഖവുര തുടങ്ങിയ തരം തലക്കെട്ടുകൾ കൊണ്ട് വിഷയ ഗൗരവം വരുത്തി കുട്ടികളെ വിരട്ടാതെ സരസമായ ഒരു ശൈലിയാണ് ടീച്ചർ പരിണാമകഥ പറഞ്ഞത്. കുട്ടികൾക്കേതായാലും സംഗതി നന്നായി ബോധിച്ചു. അപ്പൂപ്പന്മാരുടെ വാലിൻ്റെ ബാക്കി ഒരൽപ്പം നമുക്കെല്ലാമുണ്ട്. അതിൻ്റെ പേരാണ് കോക്സെക്സ്, ടീച്ചർ പറഞ്ഞു. ആ വിചിത്ര വിശേഷം കേട്ടതും കുട്ടികൾ ഓരോരുത്തരും അമ്പരപ്പോടെ അന്വേഷിക്കാൻ തുടങ്ങി തൻ്റേത് എവിടെയാണെന്ന്. പിന്നെ താമസമുണ്ടായില്ല. തീവണ്ടി മുറി ശബ്ദായമാനമായി. ഒടുവിൽ തമാശ മട്ടിൽ ടീച്ചർ പറഞ്ഞു, ചിലപ്പോൾ ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും അപ്പൂപ്പന്മാരുടേതുപോലുള്ള മുഴുത്ത ഒരു വാല് കാണും. തകാഹാഷി എന്തു പറയുന്നു? ഒരെണ്ണം ഉണ്ടോ? തകാഹാഷി ചാടി എഴുന്നേറ്റ് ഉറച്ച നിഷേധഭാവത്തിൽ തലയാട്ടി. ഇല്ല, എനിക്ക് വാലില്ല, സുദൃഢമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ടോട്ടോച്ചാന് കാര്യം വ്യക്തമായി. രാവിലത്തെ സംഭവത്തെക്കുറിച്ചാണ് മാസ്റ്റർ സംസാരിക്കുന്നതെന്ന്. ഇരുവരും വാതിലിന് പിന്നിൽ കാതോർത്തു നിന്നു. വാലുണ്ടോ എന്നുള്ള ചോദ്യം തകാഹാഷിയെ വേദനിപ്പിച്ചേക്കുമെന്ന് നിങ്ങൾ ആലോചിക്കാത്തതെന്തേ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം കോപത്തെക്കാളേറെ ദുഃഖം കൊണ്ട് വിങ്ങിയിരുന്നു. ടീച്ചറുടെ മറുപടി കുട്ടികൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. വാലിന്റെ കാര്യത്തിൽ മാസ്റ്റർ ഇത്രയേറെ കോപിഷ്ഠനാകുന്നത് എന്തിനാണ്? കൊച്ചു ടോട്ടോയ്ക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. നിനക്കൊരു വാലുണ്ടോ ടോട്ടോ എന്നോ മറ്റോ മാസ്റ്റർ ചോദിക്കുന്നത് അവൾക്കിഷ്ടമാണ്. അവൾ തീർച്ചയായും ഒരു തകരാറുമില്ലാത്ത കുട്ടിയാണ്. അത്തരമൊരു ചോദ്യം അവൾക്ക് പ്രശ്നമേ അല്ല. പക്ഷേ തകാഹാഷിയുടെ കാര്യം അങ്ങനെയല്ല. അവൻ്റെ വളർച്ച നിലച്ചിരിക്കുകയായിരുന്നു. അവനത് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് കായിക ദിനത്തിൽ തകാഹാഷിക്ക് അനായാസം പങ്കെടുക്കാൻ പാകത്തിലുള്ള ഇനങ്ങൾ മാസ്റ്റർ കണ്ടുപിടിച്ചത്. വസ്ത്രമൊന്നും ധരിക്കാതെ തന്നെ കുളത്തിലിറങ്ങി നീന്തി തുടിക്കാൻ അദ്ദേഹം കുട്ടികളെ അനുവദിക്കാറുണ്ട്. അത് തകാഹാഷിയെ പോലുള്ളവരിൽ സ്വന്തം പരിമിതിയെക്കുറിച്ചുള്ള ബോധം ഇല്ലാതാവാൻ സഹായിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. തകാഹാഷിയെയും യാസ്വാക്കിച്ചാനെയും പോലുള്ള വികലാംഗരായ കുട്ടികൾക്ക് വേണ്ടി മാസ്റ്റർ തനിക്കാവുന്നതെല്ലാം ചെയ്തു. അവരിൽ വികസിക്കാനിടയുള്ള അപകർഷബോധത്തെ മാറ്റിയെടുക്കാനും എല്ലാ ശാരീരിക മാനസിക വിഷമങ്ങളിൽ നിന്നും അവരെ കരകയറ്റി ആഹ്ലാദചിത്തരാക്കാനും അദ്ദേഹം നന്നേ യത്നിച്ചു. ചുറുചുറുക്കോടെയിരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തകാഹാഷിയോട് വാലുണ്ടോ എന്ന് തിരക്കാനുള്ള വിവരക്കേട് ഒരാൾക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മാസ്റ്റർക്ക് പിടികിട്ടിയില്ല. അദ്ദേഹം അടിയുറച്ച ധാരണകൾക്കും വിശാലമായ അറിവിനും അന്യമായ ഒരു സംഗതിയായിരുന്നു അത്. ടീച്ചർ ആലോചനാശൂന്യമായി അത് ചോദിക്കുമ്പോൾ പതിവ് സന്ദർശനെത്തിയ മാസ്റ്റർ ക്ലാസിന്റെ പിൻഭാഗത്ത് നിൽക്കുകയായിരുന്നു. അടുക്കള വാതിക്കൽ മറഞ്ഞു നിന്ന ടീച്ചറുടെ ഇടറുന്ന ശബ്ദം കൊച്ചു ടോട്ടോ കേട്ടു. ഞാൻ ചെയ്തത് കടുത്ത തെറ്റായിപ്പോയി. അവർ ശരിക്കും കരയുകയായിരുന്നു. തകാഹാഷിയോട് ഞാൻ മാപ്പ് പറയട്ടെ മാസ്റ്റർ? മാസ്റ്റർ ഒന്നും പറഞ്ഞില്ല. ചില്ലുവാതിലൂടെ കൊച്ചു ടോട്ടോയ്ക്ക് അദ്ദേഹത്തെ കാണാനാവുമായിരുന്നില്ല. പക്ഷേ ഒരു നിമിഷത്തിൽ മാസ്റ്ററുടെ അടുക്കലെത്താൻ അവൾ നന്നേ ആഗ്രഹിച്ചു. അവൾക്കറിയാമായിരുന്നില്ല
ഈ നടക്കുന്നതൊക്കെ എന്തിനെ ചൊല്ലിയാണെന്ന്. പക്ഷേ എങ്ങനെയോ ഒന്നവൾ മനസ്സിലാക്കി. മുമ്പത്തേതിലും സ്പഷ്ടമായി തന്നെ മനസ്സിലാക്കി. മാസ്റ്റർ തങ്ങളുടെ ചങ്ങാതിയാണ്. ഓയയ്ക്കും അതുതന്നെയാകും തോന്നിയിരിക്കുക. ക്ലാസ് ടീച്ചറെ മാസ്റ്റർ ശകാരിച്ച രീതി ടോട്ടോച്ചാൻ ഒരിക്കലും മറന്നില്ല. മറ്റുള്ളവർ കൂടി കേൾക്കത്തക്ക രീതിയിൽ അധ്യാപകരുടെ മുറിയിൽ വെച്ച് അത് ചെയ്യാതെ മാസ്റ്റർ തൻ്റെ വീടിൻ്റെ അടുക്കളയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ശരിക്കും അധ്യാപകൻ തന്നെയായിരുന്നുവെന്ന്, ആ വാക്കിൻ്റെ ഏറ്റവും ഉന്നതമായ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം അതായിരുന്നുവെന്ന് ആ സംഭവം തെളിയിച്ചു. ടോട്ടോച്ചാന് അന്നത് മനസ്സിലായില്ലെങ്കിലും ആ മുഴങ്ങുന്ന ശബ്ദവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും എല്ലാ കാലത്തേക്കുമായി അവളുടെ ഹൃദയത്തിൽ പച്ചപിടിച്ചു കിടന്നു. വസന്തത്തിൻ്റെ വരവായി. ടോട്ടോച്ചാന് ടോമോഗാക്കയിലെ 2ാമത്തെ വസന്തകാലം. അതൊരു പുതിയ സ്കൂൾ വർഷത്തിൻ്റെ ആരംഭം.